ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മട്ടനൊക്കെ ക്ലീൻ ചെയ്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിയിലൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് നെയ്യുണ്ട്, എന്നാലും നമ്മൾ ഒരു സേഫ്റ്റിക്കായിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 2 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഏകദേശം ഒരു 10 അല്ലി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് 1/4 പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കപ്പ് 2/2 പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ തേങ്ങ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ വെന്താന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇറക്കി പോയിട്ടുണ്ട്. ഞാനിപ്പോൾ 4 വിസിലാണ് കേട്ടോ ഈ കുക്കറിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. മട്ടൻ അപ്പോൾ വെന്തിട്ടുണ്ട്. മട്ടൻ വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. നമ്മൾ പൊട്ടറ്റോയിലിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 90% ഒക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ ഈ കറിക്ക് ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി സവാള വഴന്നു വരണ്ട കേട്ടോ. സവാള അപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഒത്തിരി വഴന്നു വന്നിട്ടില്ല. അത് ഈ ഒരു സ്റ്റേജ് ആയാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഫെനൽ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് പെരിഞ്ജീരകപ്പൊടി. അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മട്ടൻ്റെ ടേസ്റ്റ് തക്കാളിയിലും പൊട്ടറ്റോയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈമിൽ ഇതിലേക്ക് മട്ടൻ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തക്കാളി നല്ലതുപോലെ വഴന്നു വരുന്നതുവരെ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. തക്കാളി അപ്പോൾ നന്നായിട്ട് വെന്ത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2/2 പാല് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2/2 പാല് ഒത്തിരി കട്ടിയുള്ളതല്ല കേട്ടോ, നേർത്ത രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്, മട്ടൻ്റെ വേവിച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിടന്ന് പൊട്ടറ്റോയും തക്കാളി സവാളയൊക്കെ വെന്ത് വരുമ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഈ മട്ടൻ്റെ നല്ലൊരു ടേസ്റ്റ് അതിനൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പൊട്ടറ്റോ നമ്മൾ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ ടേസ്റ്റിയാണ് ഈ തേങ്ങാപ്പാലിലും അതുപോലെ തന്നെ മട്ടൻ വേവിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വേവിക്കുന്നത്.
പൊട്ടറ്റോ അപ്പം നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പൊട്ടറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പീസ് പൊട്ടറ്റോസ് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇങ്ങനെ പൊട്ടറ്റോ ഉടച്ച് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് കുറച്ചുകൂടെ തിക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറ് ഇതുപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. ഇത്രയും ചാറ് വേണം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് തിള പൊട്ടുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഗ്രേവിയൊക്കെ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.